എന്താ കുഞ്ഞപ്പ പൊന്തേ കാട്ടണ്? എന്ത് ചെയ്യണ്ട വന്നാ മതി ഉണ്ടാക്കിയത് ആരാന്റെ ഓലാണ്? പിന്നെ ആരെങ്കിലും വലിച്ചു കൂട്ടിയതാവോ? പാമ്പുണ്ടാവോ അവിടെ? ഇതിപ്പോ 2 ദിവസത്തിന് കത്തിക്കാനുള്ളതല്ലേ? 1 മാസത്തിനായി. അല്ല പിന്നെ ജിമ്മിയും കൂടി എന്തോ ഇന്നലെ ഓടിന്ന് ഞാൻ വിളിച്ചു കിട്ടും കൂടി മുണ്ടാതെ രാവിലെ അല്ലേ മോനെ അന്നെ കണ്ടിക്കണ്. മുണ്ടാഞ്ഞ് എന്നെ കാണാൻ ഭയങ്കര കഴപ്പുണ്ടടാ. എന്നെ കണ്ടിക്കണ് ഞാന്. കണ്ടപാട് ഞാനും ഈ ആസ്പത്രിക്കല്ല എന്നോട് പറയാൻ പാടില്ല. പറഞ്ഞോ? ഞങ്ങൾ എന്നെ കണ്ടിക്കണ്. ഞാൻ കണ്ടപാട് അറിഞ്ഞു ഇമ്മ വാവാതാന്ന്. ഇമ്മ അറിഞ്ഞു മുണ്ടാതിരുന്ന ജി അവിടെ നോക്കന്നെ വേണ്ട. ഒരു വൈക്ക് പോകുമ്പോളേ ഞമ്മക്ക് ഒരു വൈക്ക് പോകുമ്പോ ഓനെ കണ്ടാത്തന്നെ നമ്മള് പോയ കാര്യം നടക്കൂല. എന്നെ കണ്ടാത്തന്നെ പോയ കാര്യം നടക്കൂല. ജി നീ ഇത് ഓനോട് പറയും വേണ്ടട്ടാ. ഓനൊക്കെ എന്നിട്ട് മോനെ എന്നെ കണ്ട എന്താ ഇമ്മാന്റെ രോഗ്യ പറച്ചിലില്ലേ? എന്നിട്ട് മുണ്ടണ്ടാന്ന് എന്നെ കണ്ട ഒരു കാര്യം നടക്കൂലെന്ന് പറയും ചെയ്ത്. അതാണ് ഞാൻ അതിന് മുണ്ടഞ്ഞത്. എന്നിട്ട് കാര്യം നടന്നാ? കാര്യം നടന്ന ആ കാര്യം എന്താ ചണ്ടാ മോനെ, ഞാൻ ആദ്യമൊക്കെ തൊഴിലുറപ്പിന്റെ പഠിക്കുന്നതിന് പോയില്ലേ. എനിക്കിപ്പോ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ട് ആൾക്കാരെ ഒരു പണിക്കും പോവാൻ തോന്നില്ല. ഒരു പച്ചായ്മ അത് ആ നേരം പോലത്ത് വിളിച്ചാല് മോനെ അവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നുക. കജ്ജും കാലും കടയാ എനിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ മോനെ 2-3 ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്. ഡോക്ടർ ക്ഷീണത്തിനും ഇതിനൊക്കെ മരുന്ന് തന്നു. അതൊക്കെ കുടിച്ചിട്ട് ഒരു ഭേദമില്ല എന്നോട് പറയാൻ ബാവാ. അപ്പോഴാണ് ഉമ്മ എന്നോട് പറഞ്ഞത് സുബൈദായിട്ട് ഇപ്പൊ രോഗി ആയിരിക്കണം ഉമ്മ. സുബൈദ ഇതേമാതിരി ഒരു ആളെ കാണാൻ പോക്കുണ്ടത്രേ. വെജായിട്ടുണ്ടെങ്കിലും അമ്മായിമാരായിട്ട് തല്ലുകൂടിയാലൊക്കെ ആളെ കാണാൻ പോക്കുണ്ടത്രേ. അപ്പൊ സുബൈദ മന്ത്രവാദാണോ ഒരാളെ കാണാൻ പോകുന്നു. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു നിങ്ങള് കാര്യം ശരി കുഞ്ഞാപ്പ് തൊള്ള തോണി പറഞ്ഞാലും ഞാൻ എൻ്റെ ഒരു അഞ്ചനെ പോലെ പറയാണ്. നിങ്ങൾ ചെക്കനെ കൊണ്ടുപോയിട്ടേ അവിടെ എവിടെയും കാണിക്കണ്ട. ഇന്ന ഒരാളുണ്ട്, ആ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ വെച്ചായി മാറുക പറഞ്ഞു. അപ്പൊ ഞങ്ങള് മോനെ അപ്പൊ പോയതാണ്. 2 ബസ് കേറിക്കണ്. പിന്നെ അവിടെ നോക്ക് മോനെ, എന്നോട് പറയാൻ വലിയൊരു ഇതുണ്ട്. അവിടെ ലീസ്റ്റിനൊന്നും കായ് വേണ്ട. ഒരു ആൾക്കുണ്ട്, അതിനൊരു 1000 റുപ്യ 500 ഇട്ടാ മതി. പൈസ വേണ്ട. 1000 റുപ്യ ആൾക്കിലിട്ടാ മതി. അത് ഒരു പറഞ്ഞിരിക്കണ് നിങ്ങൾ ലീസ്റ്റിൽ ഞങ്ങൾക്ക് 5 കായ് തരണ്ടായിരുന്നു. അങ്ങനെ മോനെ നിന്നെ കണ്ട പാടാ അയാൾക്ക് മനസ്സിലായി. ഞാൻ ചിരിച്ചു അയാളെ കണ്ടപ്പോ. 10 റുപ്യ കിട്ടുന്നു അല്ല, അടിമുടിയും നോക്കി. എന്നിട്ട് അപ്പൊ ഞാൻ ചിരിച്ചാന്ന്. അപ്പൊ തന്നെ അയാൾ എടുത്ത് കഴിക്കാറിയാണ് ഉമ്മാനോട്, ഈ ചെറുങ്ങനെ ഒന്ന് ഇല്ലാത്ത ആളാണല്ലേ. ഇമ്മ പറഞ്ഞു കണ്ടില്ലേ കുഞ്ഞാപ്പോ എന്നെ കണ്ടപാട് പറഞ്ഞേന്ന്. അപ്പൊ നോക്കി ജി അയാളൊരു ഇത് നോക്കില്ലേ. ഇമ്മ എന്താ സിത്തനാ മനസ്സിലുള്ള അപ്പ അറിയുന്ന ഒരാളാണെന്ന്. അത് മതി ഉമ്മക്ക്. ഇമ്മ മതി. അതില് ഇമ്മ വിശ്വസിച്ച്. എന്നിട്ട് മോനെ എന്താണ്, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് അവിടെ വാഴക്ക ഉണ്ടല്ലോ, വാഴക്ക കൊടുക്കാനും കോഴിമൂട കൊടുക്കാനൊക്കെ പറഞ്ഞ് അതൊന്നും അതെന്തൊക്കെ ചെയ്യാനത്രേ. 10-25 കോഴിമുട മേടിക്കാൻ പറഞ്ഞു. അത് അപ്പ തന്നെ മേടിച്ചു കൊടുത്ത് എന്റെ തന്നെ മാറാനും പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഇന്ന അടിപൊളിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു ഞാനൊരു 5 കായ് ഒരാളുടെ മേടിക്കൂല. അത് കേക്ക് 5 കായ് ആദ്യം മേടിക്കൂല. നിങ്ങളെ പോലത്തെ കുട്ടികളെ അസുഖം മാറ്റാണ് ഇഷ്ടം. അങ്ങനെ ആ ആൾക്കില് 1000 റുപ്യ അല്ലെങ്കിൽ 500 റുപ്യ ഇടാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ഇമ്മക്ക് അത് കേട്ടപ്പോ കൊടുത്ത സന്തോഷായി. ഇമ്മ എന്താണ് അതൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഞങ്ങളോട് ഇനി 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വരാം ഒരു ചരട് തന്ന് കെട്ടാനുള്ളത്. അത് ഇമ്മ പറഞ്ഞു ഇപ്പൊ കെട്ടണ്ട, ഉമ്മാന്റെ കജ്ജിലുണ്ട്. ഇമ്മ സുബൈദാത്താനോട് എന്താണ് നന്ദി പറയാൻ വേണ്ടി പോയിക്കണം. അപ്പൊ ഉമ്മ ഞാൻ നല്ല കുളിച്ച് ശുദ്ധീകരിച്ചിട്ട്
ശുദ്ധീകരിച്ചിട്ട് കജ്ജിമ അല്ലെങ്കിൽ അര കെട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകുന്നതാണ്. അപ്പൊ ഉമ്മ പറയും കണ്ടില്ലേ, ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ ചെല്ലാൻ പറഞ്ഞിരിക്കണേ. എന്തിന് 500-1000 കൊടുത്താൽ മതിയല്ലോ, എന്നാലും ഫീസില്ലല്ലോ. അപ്പൊ പറഞ്ഞിത്രേ എന്നോട് നല്ല ചോറൊക്കെ വെച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞിങ്ങനെ എന്നെ കൊണ്ട് കുറേശ്ശെ പണിയൊക്കെ എടുപ്പിക്കും. കുടുംബശ്രീ പണിക്കല്ല ആദ്യം പോയിരുന്നു. അതൊന്നും ഇപ്പൊ പോവാൻ തോന്നുന്നില്ല. കുടുംബശ്രീ പണിക്ക് പോകാൻ തോന്നുന്നു, വേറെ പണിക്കാ പോകാൻ തോന്നുന്നു. ഒന്നിനും തോന്നുന്നു. നല്ല മേലെ അയാള് പറഞ്ഞിരിക്കണേ എന്നെ നല്ല കിടന്നു നേരത്തെ എടുപ്പിക്കുക, ഉറക്കം ചെയ്യരുത്, ഓനെ കൊണ്ട് ചെറിയ ചെറിയ പണി എടുപ്പിക്കുക. പണി ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നെ അവിടെ കാണുള്ളൂ പറയാൻ പറഞ്ഞു. അങ്ങനെ എന്റെ വെച്ചായി മാറും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ അറിയാം എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയാം. എങ്ങനെയെങ്കിലും ഞാൻ പണിയൊക്കെ എടുത്തിട്ടല്ലേ ഉമ്മാനെ നോക്കാണ്ട് ഉമ്മക്ക് പ്രായമായി വരില്ലേ, അതുകൊണ്ട് കൊണ്ടുപോയതാണ് എന്റെ ഉമ്മ. അതാണ് ഇപ്പൊ ഓലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. അതിപ്പോ ഞാൻ വരുമ്പോ മോനെ ഇത് കണ്ടതാണ്. ഇതിപ്പോ ആരും എടുത്തു കൊണ്ടുപോയി ഞാൻ വണ്ടി വന്നതാണ്. എന്നായിക്കോട്ടെ കുഞ്ഞാപ്പ, അതറിയാൻ വേണ്ടിട്ടേ ഞാൻ വന്നാണ്. ഞാൻ ഓലെ കിടക്കട്ടാ. ഇജ്ജും ഒരു കാര്യം ചെയ്യും, ഇജ്ജും ഇപ്പൊ അങ്ങനെ പണിക്ക് പോകുന്നില്ലല്ലോ. ഞങ്ങൾ അടുത്ത നാള് പോകുമ്പോഴേ ഇജ്ജും പോരെ. ഞാൻ ആദ്യം കുഞ്ഞാപ്പ എന്റെ കൊടുക്കണ്ട, 500-1000 ആ കൊണ്ടിട്ടാ മതി. ഇജ്ജ് വേറെ പണിക്കൊക്കെ കാണട്ടെ. അല്ല ഞാൻ ഇത് പണിക്ക് പോണ ഞാൻ കാട്ടുന്നിട്ട് ഞാനിപ്പോ ആ പറഞ്ഞ കാരണം ഇപ്പൊ ഉസാറിൽ ഓലൊക്കെ എടുക്കാം. ഓലൊക്കെ എടുക്കും, അതിപ്പോ എല്ലാരും എടുക്കാണ്. ഇജ്ജ് പോയിക്കൊന്നാ.